ഹലോ അസ്സാം വലൈക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു എഡിബിൾ ആയിട്ടുള്ളൊരു ഫോണ്ടൻ ബോ മേക്കിംഗ് ആണ് കേട്ടോ. എൻ്റെ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആളുടെ ഇപ്രാവശ്യത്തെ കേക്ക് ഒരു പിൻട്രസ്റ്റി വൈബിലാണ് ചെയ്തിട്ടുള്ളത്. അത് ബോയൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ ബോ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടാവും. ഈ ഫ്രഷ് ക്രീമിൽ എങ്ങനെയാണ് ബോ സെറ്റ് ചെയ്യുന്നത്, ഫോണ്ടൻസ് ഏതൊക്കെ രീതിയിൽ വേണം നമ്മൾ മേക്ക് ചെയ്ത് എടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യം തൊട്ടേ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഇവിടെ എൻ്റെ കുട്ടിയുടെ ഡ്രസ്സ് വന്നിട്ട് ഒരു ഓർഗൻസ മെറ്റീരിയൽ ആയിരുന്നു. അപ്പോൾ അതിന് ആ ഫ്ലവേഴ്സ് മാച്ച് ചെയ്താണ് നമ്മൾ ഫോണ്ടൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആദ്യം കാണുന്ന ഫോട്ടോയിലെ പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ ഫ്ലോറൽ ഡ്രസ്സ് ആയതുകൊണ്ട് നമ്മൾ പ്ലെയിൻ ആയിട്ട് രണ്ടാമത് കണ്ട ഫോട്ടോയിലെ പോലെ ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ഫോണ്ടൻറ്റ് ഒരുപാട് എന്താ പറയുക സിംസി പൗഡർ ആഡ് ചെയ്യാണ്ട് ചെറിയ രീതിയിൽ സിംസി പൗഡർ ആഡ് ചെയ്ത് വേണം കേട്ടോ ഇത് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ ബോയിൻ്റെ ഫോൾഡ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റിൻ്റെ ഇരട്ടി എടുത്തിട്ട് 2 പീസ് ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ടേൺ ചെയ്തെടുത്തിട്ട് ഇത് രണ്ടും കൂടി ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോയുടെ ഒരു വശം കിട്ടും. അതുപോലെ തന്നെ സെയിം ആസ് രണ്ടാമതും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഇത് നല്ല രീതിയിൽ വോളിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ എന്താ പറയുക ടിഷ്യൂസോ ഇല്ലെങ്കിൽ ഇൻട്രാപ്സ് കിട്ടും. അത് നല്ല രീതിയിൽ ചുരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. അത് വെച്ച് കഴിയുമ്പോൾ ഡ്രൈ ആകുമ്പോഴത്തേനും ആ ഷേപ്പിൽ അങ്ങോട്ട് കിട്ടാനാണ് കേട്ടോ. ഇല്ലെങ്കിൽ അത് ഫ്ലാറ്റ് ആയിട്ട് അങ്ങനെ കിടക്കും. പിന്നെ നമ്മുടെ ബോർഡ് സെൻറ്ററിൽ വന്ന നോട്ട് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 5 ഇഞ്ചോളം ലെങ്ത്തിൽ വരുന്ന ഒരു എന്താ പറയുക പീസ് ആ സെയിം തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ ഒരു സംഭവം ആ ഒരു ഭംഗിക്ക് വേണ്ടി എന്താ പറയുക അതിനൊരു ചുളുക്ക് പോലെ വരാൻ വേണ്ടിയിട്ട് പിന്നെ 4 ഭാഗം നല്ല ക്ലീൻ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മുടെ ബോയിൻ്റെ സെൻറ്റർ പോർഷൻ നല്ല ഈക്വലായിട്ട് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ എഡിബിൾ ഗ്ലൂ കൊണ്ട് ഒട്ടിക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലൂ ഇട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഫ്ലോറൽ ബോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പ്ലെയിനിൽ തന്നെ എന്താ പറയുക സിലിക്കോൺ മൗൾഡ് യൂസ് ചെയ്തിട്ട് ബോർഡേഴ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ സിലിക്കോൺ മൗൾഡ് ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലെ എല്ലാം കേക്കിൻ്റെ ഷോപ്സിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ 3 സെക്ഷനായിട്ടാണ് വരിക. ചെറുത്, അതിൻ്റെ പൊടിക്ക് വലുത്, അത് അതിനേലും കുറച്ചുകൂടെ വലുത്. ഇതൊരു പേളിൻ്റെ മാല കാണില്ലേ, അതുപോലെയാണ് ഇരിക്കുക. വൈറ്റിൽ ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. നമ്മളിപ്പോൾ ഇവിടെ സെയിം കളറിൽ തന്നെ ബോർഡേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് എഡിബിൾ ഗ്ലൂ കൊണ്ട് പയ്യെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമ വേണം. കാരണം ഇത് ഒട്ടി വരാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ കുറച്ച് ടൈം എടുത്ത് വേണം നല്ല രീതിയിൽ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. അങ്ങനെ ഒരു സൈഡിൽ 15 മിനിറ്റ്സ് ലെഫ്റ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഫൈനലി ഇതാ ബോർഡേഴ്സൊക്കെ നമ്മൾ നല്ല രീതിയിൽ പയ്യെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നല്ല രീതിയിൽ ഉണങ്ങി കിട്ടണം. അത് കഴിയുമ്പോൾ നമുക്ക് സെൻറ്റർ പോർഷൻ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ മേളിൽ ആ നോട്ടുണ്ട്, അത് ചുമ്മാ വെച്ച് നോക്കിയതാണ് സൈസ് കറക്റ്റാണോ എന്ന്. അപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെൻറ്ററിലുള്ള നോട്ടിലും കൂടി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വന്നിട്ട് CMC പൗഡറാണ്. CMC പൗഡർ നമ്മൾ ആഡ് ആക്കുന്നത് കുറച്ച് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരുപാട് ഡ്രൈ ആയാലും നമ്മുടെ ഫോണ്ടൻറ്റ് ടേൺ ചെയ്യാനും ഫോൾഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ആവശ്യത്തിനെടുത്ത് ചെയ്യുക. ഒരുപാട് ഇടാണ്ട് ചെയ്യുവാണെങ്കിൽ നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ടെയിലുണ്ടല്ലോ, ടെയിൽ നമ്മൾ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. നമ്മൾ ചെയ്യുന്ന കേക്കിൽ ടെയിൽ 2 ചെയ്യാനുണ്ട്. അതും കൂടി ചെയ്യും. അതിന് വേണ്ടിയിട്ട് സെയിം ഫോണ്ടൻ്റ് തന്നെ നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ടെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡമ്മീസ് ഉള്ളത് നല്ലതാണ്. ഡമ്മിയിൽ നമ്മളെന്നും ചെയ്യുന്ന കേക്കിൻ്റെ സൈസിൽ ഒരു ഡമ്മി നിങ്ങൾ ചെയ്ത് വെക്കുവാണെങ്കിൽ അതായിരിക്കും എളുപ്പം. ചെയ്യുന്ന ഫോണ്ടൻ്റ് അതിൽ വെച്ച് നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇവിടെ നമ്മൾ കേക്കിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. റെക്റ്റാങ്കിൾ ഷേപ്പിൽ 4 കോർണേഴ്സും നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടെയിലിൻ്റെ 2 സൈഡിലും നമ്മൾ സെയിം ബോർഡർ നമ്മൾ ബോയിന് കൊടുത്ത അതേ ബോർഡേഴ്സ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലോവും ഫിനിഷിങ്ങും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക, ബോർഡേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതും നല്ല രീതിയിൽ ഒട്ടിക്കിട്ടും. നമ്മുടെ ക്രീം കേക്കിൽ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഞാനിവിടെ ഓഫ് വൈറ്റ് കേക്കാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് വെക്കുന്ന രീതിയിൽ നമ്മൾ ഏത് സൈസ് ഈ ബോയുടെ ടെയിൽ എങ്ങനെയാണ് കിടക്കേണ്ടതെന്നുള്ളത് നോക്കുക. അവിടുന്ന് മേളിലോട്ട് ബാക്കി വെച്ച് കൊടുക്കുക. അതുപോലെ ക്രാക്ക് വീഴാണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CMC പൗഡറിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കണം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെ ടെയിലും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് താന്നും പൊങ്ങിയും ഉള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത്. സെയിം ലെവലിൽ വെച്ചിട്ടില്ല കേട്ടോ. ടെയിൽ ഒരെണ്ണം താന്നും പൊങ്ങിയിരിക്കുമ്പോഴാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുക. അറ്റ് ലാസ്റ്റ് നമ്മളുടെ ബോ നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുവാണ്. ബോ വെച്ച് കൊടുക്കുമ്പോഴത്തേനും
ചിലത് സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് കാണും. ജസ്റ്റ് ഒന്ന് അടിയിലോട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ലോങ്ങിൽ ഡെലിവറി ചെയ്യുന്ന കേക്കാണെങ്കിൽ ബാക്കിൽ നിങ്ങൾ സ്ക്വയർ കൊണ്ട് സെക്യൂർ ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. സെയിം ഇതിന് മാച്ച് ചെയ്ത് പോകുന്ന ബർഗണ്ടി വിത്ത് വൈറ്റ് ഷെയ്ഡിൽ തന്നെ കാൻഡിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ബാക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എസ്പെഷ്യലി ഹോം ബേക്കേഴ്സ്. പിന്നെ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.